10 വർഷം മുമ്പ് അമ്പൂരിക്ക് തുടർച്ചയായി 20 കൊല്ലം കോൺഗ്രസ് MLA ഉണ്ടായിരുന്നു. ഇതേ കാലഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണവും സംസ്ഥാന ഭരണവും കേന്ദ്ര ഭരണവും ഒരിടവേളയിൽ കോൺഗ്രസ് തന്നെ കൈയാളിയിരുന്നു. എന്നിട്ടും എന്താണ് അമ്പൂരിക്കാർക്ക് പട്ടയം നൽകാത്തത്? 10 വർഷങ്ങൾക്ക് മുമ്പ് റവന്യൂ മന്ത്രിയായിരുന്ന അടൂർ പ്രകാശും AT ജോർജും ചേർന്ന് അമ്പൂരിക്കാരെ വിളിച്ചുകൂട്ടി വ്യാജപ്പട്ടയം നൽകി പറ്റിക്കുകയും ചെയ്തു. യഥാർത്ഥ പ്രശ്നം എന്താണ്? അമ്പൂരിയുടെ കുറേ ജനവാസ മേഖലകൾ കേന്ദ്ര വനം നിയമപ്രകാരം ക്ലാമല ബീറ്റ് ഫോറസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന വനഭൂമിയായിട്ടാണ് കേന്ദ്രം വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു പട്ടയത്തിന് തടസ്സമായിരുന്ന പ്രധാന കാരണം. CK ഹരീന്ദ്രൻ MLA ശ്രമഫലമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും കേന്ദ്രത്തെ കൊണ്ട് അമ്പൂരിയുടെ ജനവാസ മേഖലയെ വനപരിധിയുടെ മേഖലയിൽ നിന്നും ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി വരുന്നു. ഇനി അമ്പൂരിക്കാർക്ക് പട്ടയം കിട്ടാൻ സാധ്യതയുണ്ട്.